മൊബൈൽ റീചാർജ് തന്നെ നോക്കി നിങ്ങൾ 28 ദിവസം ആക്കിയതുണ്ടെങ്കിൽ കൊല്ലത്തിൽ 12 മാസം ഉള്ളത് 28 ദിവസം ആക്കിയതുകൊണ്ട് അവർക്ക് കൊല്ലത്തിൽ 13 മാസം കിട്ടും. അങ്ങനെയുള്ള പല തന്ത്രങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്നെ ചെറുത്താൽ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഞാൻ ഉള്ളത് നമ്മുടെ കേരളത്തിലെ ഒരു അത്ഭുത വർക്കായ മഹാ അത്ഭുതം തന്നെ പറയാട്ടോ. ആ ഒരു വർക്കിൻ്റെ അടുത്താണ് ഞാനുള്ളത്. വളാഞ്ചേരി വയഡക്റ്റ് ബ്രിഡ്ജ് 3.5 കിലോമീറ്റർ ദൂരത്തിൽ പോകുന്ന അതിമനോഹരമായ ഒരു ബ്രിഡ്ജ്. കണ്ണുകളെ ആമസോൺ നദി ഒഴുകുന്ന പോലെ തോന്നിക്കുന്ന വിധത്തിലാണ് ഈ ഡിസൈൻ കേട്ടോ. മോളിൽ നിന്ന് ഡ്രോൺ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹരത്തിൽ കാണാം. എന്ത് രസമറിയോ, 2 ഭാഗം തുറന്നു കൊടുത്തു. വളാഞ്ചേരി ബ്രിഡ്ജ് മൊത്തം ഓപ്പണാക്കി വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോട്ടോ. അപ്പോൾ നമ്മുടെ ഈ വയഡക്റ്റ് ബ്രിഡ്ജ് 3.5 കിലോമീറ്റർ വളാഞ്ചേരി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ബൈപ്പാസ് 10 നില ബിൽഡിങ് 32 മീറ്റർ ഉയരമുള്ള ഭാഗമുണ്ട് കേട്ടോ. അത് ആ ഏരിയ. ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സർവീസ് റോഡൊക്കെ ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഒരുപാട് തവണ ഞാൻ ഇതിൻ്റെ അടിഭാഗം കാണിച്ച കേട്ടോ. നല്ല ഹൈറ്റുള്ള ഏരിയ. ഞാൻ ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയം മുതൽ ഇവിടുത്തെ വീഡിയോ അപ്ഡേഷൻ നൽകിയതാണ്. അപ്പോൾ ഫൈനൽ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഫുള്ള് വർക്ക് കഴിഞ്ഞതാണ്. അതുകൂടാതെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വളാഞ്ചേരിയിലേക്ക് വരുന്ന ആളുകൾ ഇപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്ത് സർവീസ് റോഡ് അവിടെ വന്ന് മുട്ട, അവിടെ ഒന്നും വർക്കില്ല. അപ്പോൾ ഇതിൻ്റെ വളാഞ്ചേരിയിലേക്ക് വരുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കഞ്ഞിപ്പുര ഭാഗത്ത് ആ ഭാഗത്ത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാകും. അവിടുന്ന് വളാഞ്ചേരിയിലേക്കുള്ള പഴയ റോഡിലൂടെ അങ്ങനെ പോകണം. അപ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ ഇതാ ഇതിലേക്കിങ്ങനെ പിടുത്തം വിട്ട് പോകുന്നുണ്ട്. നേരിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഈ ബൈപ്പാസ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ 1 കിലോമീറ്ററിൻ്റെ മാറ്റം ഉണ്ടാവുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ 2-3 കിലോമീറ്ററിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അതിമനോഹരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഡ്രൈവർമാർക്കൊക്കെ വലിയ റിസ്ക് ഇല്ലാതെ ഇങ്ങനെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് മുതൽ ഇതുവരെ കാപ്പിരിക്കാട് വരെ ഉഷാറായിട്ട് വാഹനത്തിൽ യാത്ര ചെയ്യട്ടോ. ഏകദേശം 110 കിലോമീറ്റർ ദൂരത്തിൽ 6 വരിപ്പാത ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയയാണ്. ചുരുങ്ങിയ ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ചുരുങ്ങിയ ഭാഗം മാത്രമേ ഉള്ളൂ വർക്ക് കഴിയാത്ത ഭാഗങ്ങൾ. കുറ്റിപ്പുറം ഭാഗം, അതുപോലെ കൂരിയാടുള്ള ഭാഗം, ഇവിടെയൊക്കെ ഈ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതിലെ 6 വരിപ്പാതയിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളുള്ളൂ. അത്രയും ഭാഗം ഉഷാറായിട്ട് വാഹനങ്ങൾക്ക് 6 വരിപ്പാതയിലൂടെ പോകാം. എറണാകുളത്തൊക്കെ പോകുന്ന ആളുകൾ, കോഴിക്കോട് നിന്ന് പോകുന്ന ആൾക്കാർക്കൊക്കെ എളുപ്പത്തിലെത്തട്ടോ. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ടോളില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ടോളില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പൈസ കൊടുക്കാതെ യാത്ര ചെയ്യാലോ. ടോളൊക്കെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് ടോള് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം കഴിയാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ടോള് അവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ വെട്ടിച്ചിറുള്ള ഈ ഭാഗത്തുള്ള ടോള് അതും ചിലപ്പോൾ അതൊക്കെ ഓപ്പൺ ആക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ കൂരിയാടുള്ള വർക്കുകൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പ്രശ്നമുള്ള ഏരിയ 6 വരിപ്പാത സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള, ചിലപ്പോൾ അത് വർക്ക് കഴിഞ്ഞിട്ടാവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സർവീസ് റോഡ് അനിശ്ചിതാവസ്ഥയിലാണ് കേട്ടോ. നല്ല റിസ്ക് വർക്കാണ്. ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്ത് കൂടിയാണ് വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് പണിയേണ്ടത്. ഇവിടെ ആണെങ്കിൽ 60 അടിയോളം ഹൈറ്റുള്ള ഒരു ഏരിയ, ഫുള്ള് കരിങ്കല്ല്. മുകൾ ഭാഗമൊക്കെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗം ഇനി സർവീസ് റോഡ് ഡ്രെയിനേജ് ഇതിലേക്ക് പോകുന്നു. ഇനി അവിടുന്ന് ഈ കരിങ്കല്ല് മൊത്തം ഇടിച്ച് പൊളിച്ച് താത്തിയതിന് ശേഷം സർവീസ് റോഡ് പണിയണം. അല്ലെങ്കിൽ ഇവിടെ ഒരു വാള് പണിതിട്ട് കുറച്ച് ഭാഗം കരിങ്കല്ലൊക്കെ പൊക്കിയിട്ട് പണിയണം. പക്ഷെ അങ്ങനെയൊക്കെ ഇവിടെ പണിയുമ്പോൾ നല്ല കുത്താനുള്ളൊരു ഇറക്കാട്ടോ. നമ്മൾ ഇതുവരെ കാണാത്തൊരു ഇറക്കം നമുക്ക് ഇവിടെ
ഉണ്ടാകും. അപ്പോൾ ഇത് മൊത്തം ഇടിച്ച് പൊളിക്കേണ്ടി വരും. ഇതാണെന്നുണ്ടെങ്കിൽ കരിങ്കല്ലൊരു പാളി പോലുള്ള ഒരു കരിങ്കല്ലാണ്. അങ്ങനെ ധൈര്യത്തിൽ പൊളിക്കാൻ പറ്റിയൊരു എന്താണെന്നറിയില്ല. എന്തായാലും അവിടെ ഒരു തല ഒരു കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് കഴിയണേ കുറച്ച് സമയം എന്തായാലും പിടിക്കട്ടെ സർവീസ് റോഡിൻ്റെ. അങ്ങനെയാണെങ്കിൽ സർവീസ് റോഡിലൂടെ വളാഞ്ചേരിയിലേക്ക് യാത്ര സുഖമായിട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. ഈ ഭാഗം അതുപോലെ അതേ കരിങ്കല്ലിൻ്റെ ഭാഗമായിരുന്നു. ഇത് കണ്ടോ 50-60 അടി ഉയരം. വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര തോന്നില്ല. വാഹനമൊക്കെ വലിയ വാഹനമൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്ന് കണക്കൂട്ടിയാൽ മതി. ആ മുകളിൽ വരെ അവർ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം ഒരു ചെങ്കൽപ്പാറ മോഡൽ ഇതാണ്, കാറ് പോണ കണ്ണുകൾ. അടിയിലൊക്കെ കരിങ്കല്ല്, അവിടെയൊക്കെ ഷോർട്ട് ക്രീറ്റ്. ഇവിടെ ആണെന്നെങ്കിൽ ഈ പാളി പോലത്തെ കരിങ്കല്ല്, അതിൽ അവർ ഷോർട്ട് ക്രീറ്റ് ബോർ ചെയ്ത് കമ്പിയൊക്കെ ഇട്ടിട്ട് സംഭവം ഉഷാറായിട്ട് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കൊക്കെ അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു KNRCL കിട്ടിയ നല്ല പണികളാണ്. ഇതും ഒന്ന് കുറ്റിപ്പറുള്ളതും. ഭയങ്കര ഡേഞ്ചർ വർക്കായ ഈ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ വർക്ക് അത് അവർ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തതാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 മീറ്റർ ഉയരമുള്ള 29 മീറ്റർ ഹൈറ്റിൽ വരുന്ന പിയറാണ്. 29 മീറ്റർ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ നല്ല വണ്ണുള്ള പിയർ. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് വർക്ക് വെച്ച് തോന്നുമായിരുന്നെങ്കിലും പക്ഷേ KNRCL അത് സിമ്പിളായിട്ട് വർക്ക് ഫിനിഷ് ചെയ്തിട്ട് നമ്മളെ പാലം ബ്രിഡ്ജ് ഓപ്പണാക്കി വാഹനങ്ങൾ വരെ ഓടാൻ തുടങ്ങി കേട്ടോ. അവിടെയൊക്കെ ആളുകളൊക്കെ വാഹനം നിർത്തിയിട്ട് താഴോട്ട് നോക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ വീഡിയോ ഇപ്പോൾ അവിടുന്ന് വരുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് നോക്കിപ്പോട്ടോ. നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ തള്ളലാന്നൊക്കെ വിചാരിക്കും, ഒരിക്കലും തള്ളലല്ലോ. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ കളവ് സംസാരിച്ചിട്ടില്ല. തമ്പനയിൽ പോലും ടൈറ്റിലിൽ പോലും കളവ് എഴുതിയിട്ട് ഞാനിതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. കള്ളത്തരം കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. ഇപ്പോൾ 32 മീറ്റർ ഫൈനൽ ടാറിങ്ങിലേക്ക് 32 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് ആ ഒരു ഭാഗത്ത്. 32 മീറ്റർ പറഞ്ഞാൽ ഒരു ലെയർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം 10 അടി. 10 അടി എന്ന് പറഞ്ഞാൽ 3 മീറ്റർ. 11 അടി വരെ ഹൈറ്റ് വരുന്ന വീടിനൊക്കെ ഇപ്പം 11.5 അടിയൊക്കെ വരുന്നുണ്ട്. ഫ്ലാറ്റിനൊക്കെ 10 അടിയേ വരുള്ളൂ കേട്ടോ. ഫ്ലാറ്റൊക്കെ ഒരടി ലാഭിച്ചാൽ അവർക്ക് ഒരു 20 ലെയർ ആകുമ്പോഴത്തേക്ക് ഒരു 2 ലെയറും കൂടി അതിൽ കൊള്ളിക്കുക, ഹൈറ്റ് കുറയ്ക്കുക, അത്രയും കോൺക്രീറ്റ് ഒക്കെ ലാഭിക്കുക. അപ്പം മാക്സിമം 10 അടി 9.5 അടിയിൽ വരെ ഫിനിഷ് ചെയ്യുന്ന 9 അടിയിൽ വരെ ഫിനിഷ് ചെയ്യുന്ന ഫ്ലാറ്റുകളും ഉണ്ട്. അപ്പം അതൊക്കെ ഒരു ലാഭമാണ്. ഒരു ഇഞ്ച് ഹൈറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കോൺക്രീറ്റ് ഒരു 20 അടി ഉയർച്ചയിലേക്ക് പോകുമ്പോൾ അത്രയും കോൺക്രീറ്റ് ലാഭിക്കാം. ഇപ്പം നമ്മുടെ മൊബൈൽ റീചാർജ് തന്നെ നോക്കി നിങ്ങൾ 28 ദിവസം ആക്കിയതുണ്ടെങ്കിൽ കൊല്ലത്തിൽ 12 മാസമുള്ളത് 28 ദിവസം ആക്കിയതുകൊണ്ട് അവർക്ക് കൊല്ലത്തിൽ 13 മാസം കിട്ടും. അങ്ങനെയുള്ള പല തന്ത്രങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ. അപ്പം 3 മീറ്ററിൽ എങ്ങനെയാണ് ഒരു ലെയർ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവരുടെ ടാപ്പായിട്ട് ഒരു ഫ്ലാറ്റിലേക്ക് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലെയർ ബിൽഡിങ്ങിൻ്റെ അളവ് 3 മീറ്റർ മാക്സിമം ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പോയി അളന്ന് നോക്കിയാൽ മതി. പിന്നെ താഴത്തെ ലെയർ ഏതൊരു ബിൽഡിങ്ങിലും അടിയിലെ ഗ്രൗണ്ട് ഫ്ലോർ 1 ഹൈറ്റ് കൂട്ടും. അതിൻ്റെ അടിയിലതിന് വേണ്ടിയിട്ട് ചില ഹാളുകൾ, വലിയ വലിയ മാളുകളുടെ ഹാളുകളൊക്കെ അതിലും കൂടുതൽ അടിയിലൊരു ലെയർ, ബാക്കിയുള്ളതൊക്കെ അതേ അളവിൽ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം നമ്മൾ ഈ 10 ലെയർ ബിൽഡിങ് എന്ന് പറയുമ്പം തള്ളാണ് എന്നൊക്കെ എല്ലാം എന്നുള്ളതിൻ്റെ തെളിവാട്ടോ. അവിടെയൊക്കെ നട്ടുച്ചക്ക് പോലും വെയിലത്ത് പോലും വാഹനങ്ങൾ നിർത്തിയിട്ട് അടിയിലേക്ക് നോക്കിയിട്ട് വാവ് എന്ന് പറഞ്ഞ് ഫോട്ടോ വരെ എടുത്തു. പക്ഷേ അങ്ങനെ എടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ മുകളിൽ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഫൈന് റെഡി ആട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പാർക്കിംഗ് ഒന്നും ഇല്ലാത്ത ഏരിയയാണ്. അവിടെ ഒന്നും അതിനുള്ള സ്പേസും ഇല്ല. സ്പീഡിൽ വരുന്ന വാഹനങ്ങൾക്കൊക്കെ അപകടമാണ്. അപ്പോൾ സ്നേഹിതന്മാർ വളാഞ്ചേരിയിൽ ഈ ഭാഗത്ത് ഇന്ന് വർക്കൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട്
പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും വളാഞ്ചേരി ഇല്ല. ഞാൻ ബ്രിഡ്ജിൻ്റെ ചുവട്ടിലേക്കും പോകുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ വെക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.